ഹലോ ഗൈസ്, ഇന്നൊരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മൾ വന്നത്. എന്താണെന്ന് വെച്ചാൽ അത് മാലോട്ടി പറയും. ഭയങ്കര ഒരു ഹാപ്പിനെസ്സിന്റെ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ഇതൊന്നും അല്ല, എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. വലുത് തന്നെയാണ്. ഞങ്ങളുടെ ചാനലിന്റെ ഫസ്റ്റ് ലെവല് ഭീകരമായിട്ട് നമ്മൾ കടന്നേക്കുവാണ്. നമുക്കിന്ന് 1001 സബ്സ്ക്രൈബേഴ്സ് ഇന്ന് നമ്മുടെ ചാനലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് നിങ്ങളെ തന്നെ അറിയിക്കാമെന്ന് കരുതിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഹാപ്പി ന്യൂസാണ്. നമ്മളുടെ ചാനലിന്റെ ഫസ്റ്റ് ലെവലാണ് നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ സ്വപ്നത്തിന്റെ ഒരു എന്താ പറയാ, ഒരു ആദ്യത്തെ പടി നമ്മൾ കടന്നിരിക്കുകയാണ്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇനിയും അങ്ങോട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകൾ കടക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ സന്തോഷം എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് നമ്മൾ ഹാപ്പിയാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് താങ്ക്ഫുൾ ആയിട്ടുള്ളത് നമ്മുടെ റിലേറ്റീവ്സ് മാത്രമല്ല, നമ്മുടെ കസിൻസ്, നമ്മുടെ കൂടെ രാവും പകലും ഒക്കെ നിന്ന നമ്മുടെ കസിൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. കട്ട സപ്പോർട്ടാണ്. കാരണം അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ വീഡിയോസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല. നമ്മളുടെ ഒരു കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും നമ്മളുടെ ഫോട്ടോസ് ആയാലും അതെ, രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മളെ പോലെ തന്നെ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന കുറച്ച് കസിൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കസിൻസ് മാത്രമല്ല, നമ്മുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ രാത്രിയായാലും പകലായാലും നമുക്കൊപ്പം അവർക്ക് വീടുകളിൽ പോലും ഒരുപാട് പോവാതെ തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയാം. അത്രമാത്രം നമ്മൾ ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെടുത്ത് നമുക്ക് ഒരിക്കലും തീർത്താത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. അതുപോലെ തന്നെ ദൈവത്തിനോടാണ് നമ്മൾ ആദ്യമായിട്ട് പറയാനുള്ളത്. അതുപോലെ പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ വ്യൂവേഴ്സ്, നിങ്ങളാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങളുടെ അടുത്ത് ഒരിക്കലും നമുക്ക് എത്ര തന്നെ പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. ഇതുപോലെ തന്നെ അങ്ങോട്ടും നമ്മളെ വീഡിയോസിലും നമ്മുടെ ഇനി ഇടുന്ന വീഡിയോസിനായാലും നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമ്മൾ ഈ ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ ഒരു കസിൻ ഉണ്ട്, ശ്രീജിത്ത് എന്നാണ് പേര്. പുള്ളിയാണ് ഈ വീഡിയോ നമ്മുടെയൊക്കെയുള്ള എല്ലാ ക്യാമറാമാനും നമ്മുടെ മോട്ടിവേഷനും എല്ലാം തരുന്നത് പുള്ളിയാണ്. അവൻ കാരണമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് അവന് ഒരുപാട് നന്ദിയുണ്ട്, തീർത്താത്ത നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ തുടങ്ങാൻ അതായത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ഫസ്റ്റ് പോയിന്റ് ഇട്ട് തന്നത് തന്നെ നമ്മുടെ കസിനായിട്ടുള്ള നമ്മുടെ ക്യാമറാമാനും നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ ആളും നമുക്കെല്ലാം ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ലീഡറായിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് എല്ലാം ചെയ്തു തരാൻ മീൻസ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമുക്ക് ധാരാളം കമന്റ്സ് ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കസിനായിട്ടുള്ള ശ്രീജിത്താണ്. ആളാണ് നമ്മളുടെ ക്യാമറാമാൻ, എഡിറ്റർ, എല്ലാം ആളാണ്. നമ്മൾ എങ്ങനെ നമുക്കൊരു ചാനൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഗൈഡൻസും തന്നത് അദ്ദേഹമാണ്. പിന്നെ കസിൻ ബ്രദേഴ്സ് കൂടെ അവന്റെ, അതായത് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആളുടെ കൂടെ തന്നെ ഉള്ള കുറച്ച് അല്ലാത്ത കസിൻ ബ്രദേഴ്സും ഉണ്ട്. അതായത് കണ്ണൻ, ശ്രീകുട്ടൻ, പിന്നെ എന്റെ സിസ്റ്റർ ആയിട്ടുള്ള അർച്ചന, പിന്നെ അർച്ചനയുടെ ഹസ്ബൻഡ് അശ്വിൻ. അപ്പൊ ഇവരൊക്കെ നമുക്ക് കട്ട സപ്പോർട്ടാണ്. കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ മതി ഒരു ചാടി വീണോളം ചെയ്യാൻ വേണ്ടിട്ട് ടൈമൊക്കെ ഒരുപാട് ലാഗ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. അവരുടെയൊക്കെ ഇതിനോട് നമ്മുടെ ചാനലിലോട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ പേരോട് എടുത്തു പറയുന്നത്. പിന്നെ നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് വന്നാലും അവര് ഇത് മുന്നേറി വരും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചേട്ടാന്ന് പറഞ്ഞു തരാനും അവർ കൂടെ ഉണ്ടാവാറുണ്ട്. കാരണം ഒരുപാട് നമുക്ക് ആദ്യമൊന്നും അധികം വ്യൂസും ഇല്ല, അധികം ലൈക്സ് ഇല്ല, ഒന്നുമില്ല. അപ്പം ആള് പറയും ചെയ്യ് ചേട്ടാ, നമുക്ക് എന്തായാലും കിട്ടും, നിങ്ങൾ അത് അനുസരിച്ച് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഗൈഡൻസ് ആണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടിയിട്ടുള്ള സപ്പോർട്ടും അതുപോലെയാണ്. രാത്രി 1 മണിക്കും 2 മണി വരെയൊക്കെ ഇരുന്ന് നമ്മൾ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം വിളിച്ച് പറഞ്ഞാൽ അവർ 3 പേരായാലും ഓടി വന്ന് നമുക്ക്, നമ്മളിപ്പോൾ ട്രാവൽ വ്ലോഗ്സ് ആയാലും അവരൊക്കെ കൂടെ വന്ന് നമ്മൾ അത്രത്തോളം ഹെൽപ്പ് ചെയ്യാറുണ്ട്. ട്രാവൽ വ്ലോഗ്സിലൊക്കെ മിക്കതിലും അവർ വരാറുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ കോണ്ടന്റും ഷോർട്സും ഒക്കെ എടുക്കുന്നത് അവരുടെ ഒരു പ്രസൻസിൽ തന്നെയാണ്. അപ്പൊ അവർക്കാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് താങ്ക്സ് പറയേണ്ടത്. നിങ്ങൾക്കറിയാം, ഒരു ചാനൽ നമ്മൾ തുടങ്ങി ഫസ്റ്റൊക്കെ നമ്മൾ എല്ലാവരും ഈ ചാനൽ തുടങ്ങി വളരെ ഈസി ആയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. നമുക്കിപ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മണി ഏൺ ചെയ്യാന്നൊക്കെ പറഞ്ഞ് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകും. പക്ഷേ ഇതിന്റെ പുറകിൽ ഒരുപാട് പേരുടെ ഹാർഡ്
വർക്കും അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്താൽ മാത്രമേ ടൈമാണ് വെരി ഇമ്പോർട്ടൻറ്റ്. എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു സക്സസ് ക്രിയേറ്റിവിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ അത്രയും ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ട് നമുക്ക് ആ ഒരു ചാനലിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിലപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഇതുപോലെ ബിഗിനിങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴും 100 അല്ലെങ്കിൽ 500 1000 സബ്സ്ക്രൈബർ ആവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അതിൽ നിന്നും തളരരുത്. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. ഞാൻ ഒരുപാട് സമയത്ത് ഇതുപോലെ നെഗറ്റീവായി പോയായിരുന്നു. പക്ഷേ എൻ്റെ ഈ കസിൻ ബ്രദേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് അവന്മാർ തന്നെ എനിക്ക് ചേട്ടാ വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, നമുക്ക് മുന്നോട്ട് പോവാം, നമുക്കത് ആ ഒരു ഇത് ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ തന്നെയാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ തളരരുത്. നമുക്ക് എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്താൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ഉറപ്പായിട്ട് നമ്മൾ നല്ല രീതിയിലാണ്, നമ്മൾ വേറെ വളഞ്ഞ രീതിയിൽ നല്ല രീതിയിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേർന്നിരിക്കും. അതെനിക്ക് നല്ല അനുഭവമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരിക്കലും, നിങ്ങളും പുതിയ ബിഗിനേഴ്സ് ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ തളരരുത്. നമ്മൾ എന്തായാലും ഇന്നലെ നാളെ നമ്മൾ അവിടെ എത്തിച്ചേരും. പിന്നെ നമ്മളെ വീഡിയോസ് ഒക്കെ ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ കാണുന്നതൊക്കെ നമ്മളെ റിലേറ്റീവ്സ് ആണ്. അവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് പറയുവാണ്, താങ്ക്സ് പറയുവാണ്. കാരണം എൻ്റെ അമ്മ, എൻ്റെ വീട്ടുകാര്, ചേൻ്റെ വീട്ടുകാര്, ചേൻ്റെ ബ്രോ, ചേൻ്റെ സിസ്റ്റർ, അവരൊക്കെയും നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരും ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്സും കമൻസും ഒക്കെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെയും അവരൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കൊക്കെ താങ്ക്ഫുൾ ആണ്. പിന്നെ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ചാനലിൽ എന്നാണോ നമുക്ക് 10,000K, അതായത് 10K സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന്റെ അന്ന് നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പിന്നീട് വരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഫാമിലിയുടെ, അതായത് ഞങ്ങളുടെ ട്രിവാൻഡ്രം ബീച്ചാസ് എന്ന് പറഞ്ഞ ഫാമിലിയുടെ ഒരു വലിയൊരു താങ്ക്സ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും. നിങ്ങളടുത്ത് നമുക്ക് തീർത്താ നന്ദി, ഒരുപാട് താങ്ക്സ്. നിങ്ങളില്ലെങ്കിൽ ഒരിക്കലും നമ്മളില്ല, അല്ലേ? നമ്മളുടെ അത്രയ്ക്ക് താങ്ക്ഫുൾ ആണ്. കാരണം നമ്മൾ ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇനി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നല്ല വീഡിയോസ് ഇടുന്നതാണ്. കോണ്ടന്റ് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഇതുപോലെ തന്നെ നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഫുഡ് വ്ലോഗ്, ട്രാവൽ വ്ലോഗ്സ്, പിന്നെ നമ്മൾ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്, കോണ്ടന്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പിന്നെ ഈ കൂടുതൽ ട്രാവലും ഫുഡുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത്രയും ദിവസം നിങ്ങൾ എങ്ങനെയാണോ നമുക്ക് സപ്പോർട്ട് ചെയ്ത്, അതുപോലെ തന്നെ തീർച്ചയായിട്ടും അതിനേക്കാൾ മാക്സിമം ഇനി അങ്ങോട്ട് പോകുന്നതിന് നമ്മുടെ ചാനലിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. അപ്പൊ നമ്മൾ ഇനി കൂടുതൽ നിങ്ങളെ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഇത്രയും ദിവസം തന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നമ്മൾ നന്ദി പറയുന്നു. ഞങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കണം. ഞങ്ങളിടുന്ന വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സൈനിങ് ഓഫ്.